ഹായ് ഹലോ വീണാസ് വേൾഡിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഇത് ഞങ്ങൾ തൃശ്ശൂർ പോകാൻ നേരത്തെ എടുത്തൊരു വീഡിയോ ആണ്. ഞങ്ങൾ തൃശ്ശൂർ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പം പോയിട്ടുള്ള വിശേഷങ്ങളെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയതിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിട്ടുപോയതാണ്. ഇത് നമ്മുടെ അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മളെ ഗുരുവായൂരപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പോയി. അപ്പം ഞാൻ തൃശ്ശൂർ പോയപ്പം ഞാൻ അമ്പലത്തിലെല്ലാം പോകുമ്പോൾ സാരിയൊക്കെ ഉടുത്തിട്ട് വേണം പോകുന്നിട്ട് ഞാൻ വൺ പ്ലാനിങ്ങിലൊക്കെ പോയത് കേട്ടോ. അവിടെ പോയപ്പോൾ ഒന്ന് ജസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ ഇതിൽ എനിക്കിങ്ങനെ വിയർക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ അമ്മ ഒരു ചൂടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് സാരി ഉടുക്കലും മറ്റേ മേക്കപ്പും കാര്യങ്ങളെല്ലാം പറ്റിയില്ല. സിമ്പിളായിട്ടൊരു ലുക്കിലാണ് ഞാൻ പോയത് കേട്ടോ. അപ്പം കണ്ടില്ലേ, അകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് ചുറ്റമ്പലത്തോട് ചുറ്റി അങ്ങനെ വന്നു. ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആനക്കോട്ടയിലാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ പൂരങ്ങളുടെ നാടാണല്ലോ, അപ്പോൾ ആനകളൊക്കെ കുറേ ഉണ്ടായിട്ട് ഞങ്ങൾ പോയപ്പം ആനക്കോട്ടയിൽ പോയപ്പോൾ കുറേ ആനകളുണ്ടായി. അപ്പം എല്ലാം നമ്മൾ എന്താ പറയുക, ഇത്രയും അധികം ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഒന്ന് രണ്ടും ആനകൾ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇത്രയധികം ആനകൾ ഒന്നിച്ച് കണ്ടത് ഇപ്പോഴാദ്യമായിട്ടാണ്. ഓരോരാളും ഇങ്ങനെ തലയെടുപ്പോടെ ഇങ്ങനെ നിന്ന് തല കുലിക്കും, എന്തെല്ലാം എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരു ആനയില്ലേ, അത് ഏകദേശം എന്താ പറയുക, ഡെലിവറി സമയം അടുത്തിട്ടുള്ള ഒരു ആനയാണ് കേട്ടോ. അപ്പോൾ അതിനെ വാക്കിങ് കൊണ്ടുപോകുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിങ്ങിനൊക്കെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അതിനെ കണ്ടാൽ അറിയാമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ തൊട്ടടുത്ത് കാണാൻ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു കേട്ടാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അത് വെച്ച് ഞങ്ങൾ പൊങ്കാലിടരുത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. നമ്മൾ ചാവക്കാട് ബീച്ചിലോട്ടാണ് പോയത്. ബീച്ചിൽ പോയപ്പോൾ എന്താ പറയുക, ആദ്യം ബീച്ചിൽ പോകണമെന്നപ്പോൾ ഭയങ്കര ആവശ്യമൊക്കെ ആയിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ ആവശ്യമെല്ലാം മാറി. നല്ല ആട്ടാറ് തിരമാലയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം താഴോട്ടൊന്നും ഇറങ്ങി പോയില്ല കേട്ടോ. സാധാരണ ഒരു തൊട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ കരയിൽ തന്നെയായിരുന്നു കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായത്. മക്കൾ പറഞ്ഞായിരുന്നു ഇതിൽ കുറച്ച് പേര് മരണപ്പെട്ട് പോയിട്ടുണ്ട്, തിരയിൽ പോയിട്ട് മരണപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, അച്ഛൻ എത്ര സിമ്പിളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും, പക്ഷേ ഇത് കണ്ട് ശീലിച്ചവർക്കൊക്കെ വലിയ കാര്യം തോന്നൂല കേട്ടോ. ഇത് ഒരാൾ മാത്രമല്ല കേട്ടോ, അപ്പുറത്തായിട്ട് കുറേ പേരുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ ബീച്ചിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 300 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ബീച്ചിൽ പോയിട്ടുള്ളവർ എത്ര പേര് നമ്മളെ തീരത്ത് നമ്മളെ പേരും അല്ലാതെ ഹാർട്ടിനൊക്കെ വരച്ച് ശീലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പരീക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ ഹാർട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അവസാനം അത് ഹാർട്ടല്ല, വേറെന്തോ ആയി മാറി കേട്ടോ. അത് എന്താ പറയുക, സഹിച്ചില്ല, കടലിൽ തന്നെ സഹിച്ചില്ല. അതപ്പോഴേക്കും അത് തിരമാല ഒന്ന് മായ്ച്ചിട്ടൊക്കെ പോയിട്ടോ. ഞാൻ അത്ര മേപ്പോട്ടല്ല ഞാൻ വരച്ചിട്ടുണ്ടായത്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയി, ആരും കണ്ടില്ല, സമാധാനം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴേക്കും ഏകദേശം അസ്തമയത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ അസ്തമയം കാണാൻ വേണ്ടി നിന്നു. പക്ഷേ ഒരു തെറ്റ് പറ്റിപ്പോയിട്ടോ, ഞങ്ങൾ കുറച്ച് മേപ്പോട്ട് കയറി വന്നു. അതുകൊണ്ട് എന്താ പറയുക, അതിൻ്റേതായ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല. ആ കടൽ തീരത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് തന്നെ കാണാം, എന്നാലേ അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം മേലോട്ട് കയറി വന്നു. പിന്നെ അവിടെ വരെ തിരിച്ച് പോകണ്ടേ എന്നും പറഞ്ഞ് ഞങ്ങൾ പോയില്ല. ഒന്നാമത് മടിയാണ്, കാല് കഴുകി വൃത്തിയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഇറങ്ങി പോകണ്ടേ എന്നുള്ള മടിച്ചിട്ടൊക്കെ നിന്നെയാണ് കേട്ടോ. പക്ഷേ സംഭവം പൊള്ളിയായിരുന്നു കേട്ടോ, പൊള്ളി വൈബായിരുന്നു. നമ്മുടെ സൂര്യനില്ലേ, ഏകദേശം നല്ല റെഡിഷായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ സൂര്യൻ മറിഞ്ഞു പോകും കേട്ടോ. ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്റ്റേജ് കൂടെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് താഴെ പോകുമ്പോഴേക്കും ഒരു കോട മറിഞ്ഞ പോലുള്ള കൊണ്ട് ഈ ഒരു സ്റ്റേജിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് കുറച്ചും കൂടെ ഒരു 2 സെക്കൻഡ് 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് കഴിയും കേട്ടോ, സംഭവം കഴിയും കേട്ടോ. പക്ഷേ ഞങ്ങൾ ആ ഒരു വെള്ളത്തിലോട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഇതിൽ നിൽക്കണം വിചാരിച്ചേ കാണണം, പക്ഷേ ഒരു കോട മൂടൽ കാരണം അത് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്തത് പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹനുമാൻ അമ്പലത്തിലാണ് ലേസർ ഷോ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഹനുമാൻ്റെ ഏറ്റവും വലിയൊരു പ്രതിമയൊക്കെ ഉള്ളൊരു അമ്പലമാണ്. ലേസർ ഷോ കറക്റ്റ് 7:15 ആകുമ്പോഴത്തേക്ക് തുടങ്ങും കേട്ടോ. ഞങ്ങൾ ഒരു 7 മണിയാകുമ്പോഴേക്കും എത്തി. അപ്പോൾ ഒരു 1/4 മണിക്കൂർ അങ്ങനെ ഇരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവം ഭയങ്കര സൂപ്പർ, എങ്ങനെ പറയുക, സൂപ്പർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഈ രാമായണം കാണുന്നില്ലേ, അതേ സെയിം സംഭവമായിരുന്നു കേട്ടോ ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായത്. അപ്പോൾ ലേസർ ഷോയും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിനകത്തേക്കാണ് കേട്ടോ. ഈ കാണുന്ന ചെറിയൊരു ഗോപുരമല്ലേ, ഇത് ഫുൾ ആൻഡ് ഫുള്ള് ഗോൾഡാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. പിന്നെ ഏട്ടനൊക്കെ പറഞ്ഞു, പിന്നെ വിശ്വസിക്കാതെ തരവില്ലെന്ന് മനസ്സിലായി. പിന്നെ സംഭവം അതായിരുന്നു സത്യം കേട്ടോ. ഈ കാണുന്ന ഒരു ചെറിയ ഗോപുരം പോലില്ല, അത് ഫുൾ ആൻഡ് ഫുള്ള് ഗോൾഡാണ് കേട്ടോ. വലിയ
ക്യാഷുള്ള ടീമിൻ്റെയൊക്കെയാണ് കേട്ടോ. ആ ഒരു ഏരിയ മുഴുവൻ എന്താ പറയുക ബ്രാഹ്മണ സംബന്ധപ്പെട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാ വീടിനും മുറ്റത്തും കോലമൊക്കെ വച്ച് നല്ല ഫുൾ വൈബൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മളിത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അത് നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയതാണ് കേട്ടോ. ഏകദേശം വൈകുന്നേരമായി പോയി പോകുമ്പോഴേക്കും. അതുകൊണ്ട് വീഡിയോസും പിന്നെ ഫോട്ടോസൊന്നും വൃത്തിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ ബൈ. പിന്നീട് വീണ്ടും വീണ്ടും പറഞ്ഞു കേട്ടോ. പിന്നെ വിശ്വസിക്കാതെ തരമില്ലാന്ന് മനസ്സിലായി. പിന്നെ അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം കേട്ടോ. നമുക്ക് പെട്ടെന്ന് നമ്മൾ പറ്റിക്കാൻ വേണ്ടി പറയുന്നതിന് നമ്മൾ തോന്നും. പക്ഷേ സംഭവം സത്യമായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ സ്വർണ്ണം തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളത് തൃശ്ശൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അമ്പലമാണ് വടക്കുന്നാഥ ക്ഷേത്രം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് വീഡിയോസും പിന്നെ ഫോട്ടോസ് ക്ലിയർ കുറവാണ്. അഡ്ജസ്റ്റ് ചെയ്യണേ.